നിങ്ങൾക്കറിയുന്ന പോലെ ശക്തമായ കാറ്റിലും മഴയിലും വയനാട് നമ്പ്യാർകുന്നിൽ ഒരു വീടിൻ്റെ മേൽക്കൂര തകർന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വീട്ടിലുണ്ടായിരുന്ന ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്നും ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഉണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത് അയ്യപ്പത്ത്, പറയൂ, എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? പലയിടത്തും നല്ല മഴ പെയ്യുന്നുണ്ട്. വയനാട്ടിൽ നെന്മേലി പഞ്ചായത്തിലെ നമ്പ്യാർകുന്നിലാണ് വീടിന്റെ മേൽക്കൂര തകർന്നിട്ടുള്ളത്. ഈ പ്രദേശവാസിയായിട്ടുള്ള ബാബുവിന്റെ മേൽക്കൂരയാണ് പൊളിഞ്ഞു വീണത്. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുട്ടി ഉൾപ്പെടെ ഉള്ളവർ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഒരു സ്ത്രീയും കുട്ടിയും 2 പുരുഷന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഉണ്ടായിരുന്നത്. അവർ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ കാലപ്പഴക്കം കൊണ്ട് വീട് വലിയ രീതിയിൽ തകർന്നു വീഴാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവർക്ക് പകരം വീടിന് വേണ്ടി അപേക്ഷ ഉൾപ്പെടെ നൽകിയിരുന്നു, പക്ഷെ വീട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ പലയിടത്തും വെള്ളപ്പൊക്ക ഭീഷണി വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരി താലൂക്കിൽ 3 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നൂൽപ്പുഴ പഞ്ചായത്തിലെ പ്രധാന പുഴകളായിട്ടുള്ള കല്ലൂർ പുഴയും മുത്തങ്ങപ്പുഴയും നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കല്ലൂർ പുഴയുടെ സമീപത്തെ വയലുകളിലേക്ക് വെള്ളം കര കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പുഴയോട് ചേർന്നാണ് പഴങ്കുനി ഊര് ഉള്ളത്. ഇവിടെ 7 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ഇനിയും മഴ കനത്ത് പെയ്യുന്ന സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും ഇവരെയും മാറ്റി പാർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല പലയിടത്തും ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറത്തറയുടെ ആ ഭാഗം, അതായത് പടിഞ്ഞാറൻ വയനാടിന്റെ മേഖലയിലെല്ലാം തന്നെ കനത്ത മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ ചാലിയാറിന്റെ പ്രദേശത്ത് നിലനിൽക്കുന്ന പുത്തുമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ആ മേഖലയിലും കനത്ത രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ കൽപ്പറ്റ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇടവിട്ട് ആണ് മഴ പെയ്യുന്നത്. എന്തായാലും ശക്തമായ മഴയുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.